ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ, അപ്പോൾ ഒരുപാട് പേര് വന്ന് എനിക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കുസാറ്റിൻ്റെ സ്പോട്ട് അഡ്മിഷനെ പറ്റി. ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയമുണ്ട്. സോ സ്പോട്ട് അഡ്മിഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് വീഡിയോയിൽ. സോ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഇന്ന് 28 ഇന്ന് റിയൽ ടൈം അലോട്ട്മെൻറ്റ് വരുന്ന ദിവസമാണ്. സോ അത് നിങ്ങൾക്കൊരു ജസ്റ്റ് ലൈക്ക് ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് പോലെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. റിയൽ ടൈം അലോട്ട്മെൻറ്റ് ഇന്ന് വന്നാൽ 28, 29 ഇന്നും നാളെയും മാത്രമേ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് ഉള്ളൂ. മറ്റേതൊക്കെ പോലെ മറ്റേ തേർഡ് അലോട്ട്മെൻറ്റ് പോലും 3-4 ദിവസമൊന്നുമില്ല. ഇന്ന് അലോട്ട്മെൻറ്റ് വരും, ഇന്നും നാളെ ഒരു ദിവസം. ഇന്ന് വൈകിട്ടായിരിക്കും മേ ബി കൂടുതൽ ചാൻസ് അലോട്ട്മെൻറ്റ് വരാൻ. ദെൻ നാളെ ഒരു ദിവസം മാത്രമേ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് ഉള്ളൂ. സോ ആ സീറ്റ് വേണ്ടവർ, ആ കിട്ടിയ കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി നാളെ തന്നെ ഇത് ഫീസ് അടയ്ക്കുക, അല്ലെങ്കിൽ ആ കിട്ടിയ കോഴ്സ് ക്യാൻസലായി പോകുന്നതാണ്. ദെൻ 30-ാം തീയതി സ്പോർട്സ് കോട്ടയുടെ സ്പോട്ട് അഡ്മിഷനാണ്. സ്പോർട്സ് കോട്ടയ്ക്ക് എല്ലാ കോഴ്സിനും സ്പോർട്സ് കോട്ടയ്ക്ക് റിസർവേഷൻ ഉണ്ട്, 1-2 സീറ്റ് വെച്ചുണ്ട്. സോ അവർക്ക് വേണ്ടിയുള്ള സ്പോട്ട് അഡ്മിഷനാണ് 30-ാം തീയതി. അത് അവരൊരു ടൈം പറയും, ആ ടൈമിൽ കുസാറ്റിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. സോ ഓൾമോസ്റ്റ് സെമിനാർ കോംപ്ലക്സിൽ വെച്ചായിരിക്കും സ്പോട്ട് അഡ്മിഷൻ. അതവർ എന്തിരുന്നു വെച്ചാൽ അവർ പറയും. ദെന്നാണ് ജനറൽ സ്പോട്ട് അഡ്മിഷൻസ് വരുന്നത്. ഇത്തവണ സ്പോട്ട് അഡ്മിഷന് എല്ലാം അവർ റിയൽ ടൈം അഡ്മിഷൻ എന്ന പേരിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അത് സ്പോട്ട് അഡ്മിഷൻ പറയുമ്പോൾ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 4-നാണ്. അതിന് നമ്മൾ നേരത്തെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. ലാസ്റ്റ് ഇയർ വരെയും ഇങ്ങനെ ഇല്ലായിരുന്നു. എന്നാണോ സ്പോട്ട് അഡ്മിഷൻ അന്ന് രാവിലെ അവിടെ പോയി നമ്മൾ ഓഫ്ലൈനായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതിയായിരുന്നു. ദെൻ ഇപ്പം അങ്ങനെയല്ല. 4-ാം തീയതി ഓഗസ്റ്റ് 4-നുള്ള സ്പോട്ട് അഡ്മിഷന് ഈ 30, 31 ഈ മാസം 30, 31 2 ദിവസം ടൈമുണ്ട്. 2 ദിവസത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് എത്ര കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് അതനുസരിച്ചായിരിക്കും എല്ലാവർക്കും ഓഗസ്റ്റ് 4-നായിരിക്കണമെന്നില്ല. അതിലൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദ ഷെഡ്യൂൾ വിൽ ബി പബ്ലിഷ്ഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ. കുറച്ച് കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെല്ലാം കൂടെ വെച്ച് ഓഗസ്റ്റ് 4-ന് നടത്തും. കുറേ കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റാങ്ക് വേരിയേഷൻ വയ്ക്കും. സോ ചിലപ്പോൾ 1 തൊട്ട് 5000 വരെ ഓഗസ്റ്റ് 4-നായിരിക്കും. ദെൻ 5000 ടു ഒരു 10,000, 12,000 വരെയൊക്കെ ഓഗസ്റ്റ് 5-നായിരിക്കും. അങ്ങനെ വയ്ക്കുക. അത് എത്ര കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നോ ആ രജിസ്റ്റർ ചെയ്യുന്ന നമ്പറിൻ്റെ അനുസരിച്ചായിരിക്കും ആ ഒരു റാങ്ക് വേരിയേഷൻ വരുന്നത്. സോ അത് ഡീറ്റെയിൽസ് കിട്ടിയാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് ഫസ്റ്റ് സ്പോട്ട് വരുന്നത്. അത് നിങ്ങൾ നേരത്തെ വെച്ചിട്ട് എത്ര ടൈമാണ് അവർ പറയുന്നത് ആ ടൈമിന് ക്യാമ്പസിൽ പോകാൻ ശ്രദ്ധിക്കുക. ദെൻ സെക്കൻഡ് സ്പോട്ട് വരുന്നത് ഓഗസ്റ്റ് 11-നാണ്. അതിനും ഇതേപോലെ ഓഗസ്റ്റ് 6 ടു ഓഗസ്റ്റ് 7 2 ദിവസം രജിസ്റ്റർ ചെയ്യാൻ ടൈമുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. ദെൻ ഓഗസ്റ്റ് 11-ന് അതും ഇതേപോലെയാണ്. അപ്പോൾ ആദ്യത്തെ സ്പോട്ടിൽ വന്ന അത്രയും കുട്ടികൾ രണ്ടാമത്തെ സ്പോട്ടിൽ കാണണമെന്നില്ല. അപ്പോൾ കുട്ടികളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ചിലപ്പോൾ മേ ബി ആദ്യത്തെ സ്പോട്ട് ഒരു 3 ദിവസം കൊണ്ട് തീർന്നെങ്കിൽ രണ്ടാമത്തെ സ്പോട്ട് മേ ബി 2 ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ തീർക്കാം. അടുത്തത് ഓഗസ്റ്റ് 13-ന് സ്പോർട്സ് കോട്ടയുടെ രണ്ടാമത്തെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അവിടെ ഈ സ്പോർട്സ് കോട്ടയും SC/ST കാരുടെ സ്പോട്ട് അഡ്മിഷനും ഇതിനൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇല്ല. നിങ്ങൾ ഓഫ്ലൈനായിട്ട് പോയി ക്യാമ്പസിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതായിരിക്കും. സോ ഓഗസ്റ്റ് 13-ന് സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനാണ്. ദെൻ ഓഗസ്റ്റ് 13-ന് തന്നെ SC/STയിലെ എല്ലാ കുട്ടികളെയും കൂടെ നിർത്തിയുള്ള ഒരു സെപ്പറേറ്റ് സ്പോട്ട് അഡ്മിഷനാണ്. സോ SC/ST എല്ലാ കുട്ടികളും അന്ന് ഓഗസ്റ്റ് 13-ന് ക്യാമ്പസിൽ പോവുക. ഒരുപാട് സീറ്റ് SC/ST വേക്കൻറ്റ് കാണും. സോ അവരെല്ലാവരെയും കൂടെ അവരെ സീറ്റ് ജനറലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സീറ്റാണ്. സോ SC/ST കുട്ടികൾ അത്രയും വേണം. സോ എല്ലാവരും 13-ന് പോവുക. SC/STയുടെ സ്പെഷ്യൽ സ്പോട്ട് അഡ്മിഷൻ 13-നാണ്. ദെൻ അത് കഴിഞ്ഞ് 14-നാണ് നമ്മളുടെ തേർഡ് റിയൽ ടൈം അഡ്മിഷൻ, ജനറൽ റിയൽ ടൈം അഡ്മിഷൻ വരുന്നത് ഓഗസ്റ്റ് 14-ന്. അതിന് മുന്നേ ഓഗസ്റ്റ് 14-ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 11-നും 13-നും ഓൺലൈൻ രജിസ്ട്രേഷനാണ്. ഈ 2 ദിവസം രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ എണ്ണം വെച്ചായിരിക്കും ഓഗസ്റ്റ് 14-ന് സ്പോട്ട് അഡ്മിഷൻ അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്. ദെൻ അപ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ സ്പോട്ട് അഡ്മിഷൻ കഴിയുമ്പോഴും അതിന് മുന്നേ ഏത് സ്പോട്ട് അഡ്മിഷന് മുന്നേ ഇന്ന സീറ്റിൽ ഈ കാറ്റഗറി ഇത്ര സീറ്റ്, ഈ കാറ്റഗറി ഇത്ര സീറ്റ്, ജനറൽ ഇത്ര സീറ്റ്, എല്ലാ സീറ്റ് വേക്കൻസീസും സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിടാം, വേക്കൻസിയൊക്കെ എത്ര ഉണ്ടെന്ന് അറിയിക്കാം.
ദെൻ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സ്പോട്ട് അഡ്മിഷനെ കുറിച്ച് ഓവറോൾ ഒരു ഐഡിയ കിട്ടി കാണും. മേ ബി ഈ 3 റിയൽ ടൈം അഡ്മിഷൻ കഴിഞ്ഞും ദെൻ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അവർ എഗെയിൻ അവർ സ്പോട്ട് അഡ്മിഷൻ ഇനിയും നടത്തുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ തന്നെ 3 റിയൽ ടൈം അലോട്ട്മെൻറ്റ്, കഴിഞ്ഞ വർഷം റിയൽ ടൈം അലോട്ട്മെൻറ്റ് റിയൽ ടൈം അഡ്മിഷന് സെപ്പറേറ്റ് ആയിരുന്നില്ല, ഒത്തായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് 3 സ്പോട്ട് അഡ്മിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ റിയൽ ടൈം അഡ്മിഷൻ്റെ പേരിലാണ് ഈ സ്പോട്ടുകളെല്ലാം നടക്കുന്നത്. സോ ലാസ്റ്റ് ഇയറിലെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഈ 3 റിയൽ ടൈം അഡ്മിഷൻ കഴിഞ്ഞും ഒരു 1-2 സ്പോട്ടൊക്കെ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ എല്ലാവരും സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. കുസാറ്റിൻ്റെ അവരിങ്ങനെ ഈ ഡേറ്റൊക്കെ ചിലപ്പോൾ മേ ബി മാറ്റാനൊക്കെ നല്ല സാധ്യത ഉണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും സൈറ്റ് മറക്കാതെ കൂടെ എല്ലാ ദിവസവും ഒന്ന് ചെക്ക് ചെയ്ത് പോവുക. സീറ്റ് വേക്കൻസി തന്നെ ആദ്യം ഒരു 23-ാം തീയതി വരെയുള്ള സീറ്റ് വേക്കൻസി ആയിരുന്നു വിട്ടിരുന്നത്. ദെൻ ഇപ്പോൾ എഗെയിൻ സീറ്റ് വേക്കൻസി കൂടിയിട്ടുണ്ട്. 26-ാം തീയതി വരെയുള്ള സീറ്റ് വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഇനി അത് കൂടാം. ഇനി കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇനിയും സീറ്റ് വേക്കൻസി കൂടാം. പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ റീഫണ്ട് പോളിസീനെ കുറിച്ചാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചേക്കുക, ഓഗസ്റ്റ് 11 വരെ മാത്രമേ റീഫണ്ട് പോളിസി ഉള്ളൂ. ഇപ്പോൾ കുസാറ്റിൽ കുറേ പേര് കുസാറ്റിൽ സീറ്റ് ഹോൾഡ് ചെയ്തിട്ടേക്കായിരിക്കും കീമിന് പോകാൻ നിൽക്കുന്നവർ. സോ അവരുടെ ശ്രദ്ധയ്ക്കാണ്, നിങ്ങൾ കീമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഓഗസ്റ്റ് 11 മുന്നേ കോഴ്സ് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫുൾ ക്യാഷ് റീഫണ്ട് കിട്ടത്തുള്ളൂ. ഓഗസ്റ്റ് 11 കഴിഞ്ഞാൽ 1 രൂപ പോലും തിരിച്ച് കിട്ടത്തില്ല. ലാസ്റ്റ് ഇയറൊക്കെ ഡേറ്റ് കഴിഞ്ഞ് ഇന്ന ഡേറ്റിന് വെച്ചാൽ ഇത്ര ശതമാനം കിട്ടും അങ്ങനെ ഒരു പോളിസി ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഇല്ല. ഓഗസ്റ്റ് 11 മുന്നേ കോഴ്സ് ക്യാൻസൽ ചെയ്ത് റീഫണ്ടിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഫുൾ എമൗണ്ട് 100% നിങ്ങൾ അടച്ച പൈസ കിട്ടും. പലരും പല രീതിയിൽ ഫണ്ട് അടച്ചിട്ടുണ്ട്. ഇതിലായിട്ട് 20,000 അടച്ചവരുണ്ട്, 30,000 അടച്ചവരുണ്ട്, ഓൾ ഇന്ത്യ മാർക്കറ്റ് 50,000 അടച്ചവരുണ്ട്, അത് NRI ആണെങ്കിൽ ഒരു 75,000 അടച്ചവരുണ്ട്. സോ നിങ്ങൾ കുസാറ്റ് നോക്കുന്നില്ല, കീമാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ ഓഗസ്റ്റ് 11 മുന്നേ തന്നെ നിങ്ങളുടെ കോഴ്സ് ക്യാൻസൽ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 1 രൂപയിലും കിട്ടുന്നതല്ല. സോ അവിടെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കുറേ കുട്ടികൾ ഈ ഡൗട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. സോ അവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ റിയൽ ടൈം അഡ്മിഷൻ ആകുമ്പോൾ എന്തായാലും ക്യാമ്പസിൽ പോവേണ്ടതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.